ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വ്യത്യസ്തമായ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പഞ്ചാബി ബിന്ദി മസാല എന്നറിയപ്പെടുന്ന വെണ്ടയ്ക്ക കറിയാണ്. ഈ കറിയെക്കുറിച്ച് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. എന്നാലും അറിയാത്തവർ കുറച്ച് പേരെങ്കിലും കാണില്ലേ? അതുകൊണ്ടാണ് ഞാനിന്നത് തയ്യാറാക്കുന്നത്. ചോറിനും ചപ്പാത്തിയോടൊപ്പം കഴിക്കാൻ വളരെ സ്വാദിഷ്ടവും സ്പൈസിയുമായ ഡിഷാണ്. വളരെ ഈസിയായി തന്നെ നമുക്കിത് തയ്യാറാക്കാം. ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അധികം വിളയാത്ത 21 വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തു. ആദ്യം ഒരു കടായി അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചത്. ചൂടായ എണ്ണയിലേക്ക് കട്ട് ചെയ്തെടുത്ത വെണ്ടയ്ക്ക ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കാം. കൂടുതൽ വഴറ്റിയെടുക്കാതെ പകുതി വേവിച്ച് വഴറ്റിയെടുക്കുക. വെണ്ടയ്ക്കയെല്ലാം പകുതി വഴന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. വെണ്ടയ്ക്ക വഴറ്റിയ അതേ കടായിൽ തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. എണ്ണ ചൂടാവുമ്പോൾ 1 സ്പൂൺ ജീരകം ആഡ് ചെയ്യാം. ജീരകം പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് സവാള ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നതുവരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. ഈ സമയം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവയൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. സവാള ചെറുതായി വഴന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും ആഡ് ചെയ്യാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് വീണ്ടും വഴറ്റിയെടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഉപ്പ് ചേർക്കേണ്ടത്. ഈ സമയം ഏകദേശം 1 ബൗളോളം അധികം പുളിയില്ലാത്ത കട്ടത്തൈരെടുത്ത് കട്ടകളില്ലാതെ നന്നായി ഉടച്ചെടുക്കാം. ഉള്ളി വഴണ്ട് ചെറുതായി കളർ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വീണ്ടും പൊടികളുടെ പച്ചച്ചുവ മാറുന്നതുവരെ വഴറ്റിയെടുക്കാം. ഈ മസാലക്കൂട്ടിന് ഒരു പ്രത്യേക മണവും ടേസ്റ്റുമാണ്. ഉള്ളിയും മസാലപ്പൊടികളും മൂത്ത് വഴണ്ടിട്ടുണ്ട്. ഈ സമയം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. തൈര് എടുത്ത അതേ ബൗളിൽ തന്നെ 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഈ സമയം ഉപ്പ് കുറച്ചുകൂടെ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വഴറ്റി പകുതി വേവിച്ചെടുത്ത വെണ്ടയ്ക്ക ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് 5 മിനിറ്റ് കൂടി വേവിക്കാം. നല്ല മസാലക്കറിയുടെ മണം വരുന്നുണ്ട്. നമുക്കിനി മൂടി തുറന്ന് നോക്കാം. പഞ്ചാബി ബിന്ദി മസാല റെഡിയായിട്ടുണ്ട്. നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മുകളിലായി കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വറുത്ത് പൊടിച്ച ജീരകപ്പൊടി കുറച്ച് ആഡ് ചെയ്ത് ചെറുതായി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് 5 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റിയായ പഞ്ചാബി ബിന്ദി മസാല റെഡിയായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് തയ്യാറാക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഏത് സമയത്തും കഴിക്കാൻ പറ്റിയ ഒരു നല്ല കറിയാണ്. ചപ്പാത്തിയും ചോറിനും നല്ലൊരു കോമ്പിനേഷനാണിത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതാണ്. അതുവരെ ഗുഡ് ബൈ.